വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. എനിക്കറിയാം എന്റെ വീഡിയോ കാണുന്നതിൽ ഒരു 80-85% ആൺകുട്ടികളാണെന്ന് അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര ഉപകാരപ്പെടുന്ന അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്കോ സിസ്റ്ററിനോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോ ഫ്രണ്ട്സിനൊക്കെ ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് കീപ് വാച്ചിങ്. വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു പെർഫെക്റ്റ് പോണിറ്റെയിൽ കെട്ടാമെന്നുള്ളതാണ്. എനിക്കറിയാം പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും പോണിറ്റെയിൽ എങ്ങനെ കെട്ടുന്നത്. പക്ഷെ എന്റെ ഒരു ട്രിക്ക് ഉണ്ട്. നല്ല ഹൈറ്റിൽ നല്ല വോളിയം ആയിട്ട് പോണിറ്റെയിൽ തോന്നാനായിട്ട് ഒരു ട്രിക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ട്രിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം എങ്ങനെ ഞാൻ കെട്ടും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ഹെയർ സ്റ്റൈൽ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ആദ്യം ചെയ്യേണ്ട കാര്യം മുടിക്ക് ശരിക്കും വോളിയം തോന്നാനായിട്ട് ഫുൾ മുടി എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കോംബ് ചെയ്യാം. ഇങ്ങനെ കോംബ് ചെയ്തിട്ട് ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മുടിക്ക് ശരിക്കും വോളിയം തോന്നും. അപ്പൊ തിൻ ഹെയർ ഉള്ളവർക്കൊക്കെ ഈ ട്രിക്ക് എപ്പോഴും നോക്കാവുന്നതാണ്. പിന്നെ ശരിക്കും ഇങ്ങനെ ഇട്ടതിന് ശേഷം മുടി കെട്ടുകയല്ല, ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ, കോമ്പിങ് കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര ഹൈറ്റിലാണ് പോണിറ്റെയിൽ വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഹൈറ്റിൽ. ചിലർക്ക് ലോ പോണിറ്റെയിൽ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഹൈ ആയിരിക്കും ഇഷ്ടം. എന്റെ ഈ ട്രിക്ക് ഹൈ പോണിറ്റെയിൽ കെട്ടാനുള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ച് ഹൈ ആയിട്ട് കെട്ടി കാണിക്കാം. മുടി ഫുള്ള് എടുത്തിട്ട് യൂഷ്വൽ പോണിറ്റെയിൽ കെട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ബാൻഡ് എടുക്കുക. ഓക്കെ, ഇത് ഇങ്ങനെയാണ് സാധാരണ ആളുകൾ പോണിറ്റെയിൽ കെട്ടുക. അപ്പോൾ ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഹൈറ്റ് ഒക്കെ ഓക്കെ ആണോ നോക്കുക. പിന്നെ എപ്പോഴും ഒരിക്കലും ഒരു സ്ലീക്ക് ലുക്കിനേക്കാൾ എപ്പോഴും നല്ലത് കുറച്ച് മെസ്സി ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേബി ഹെയറും അതുപോലെ ചെറിയ ഹെയർ സ്ട്രാൻഡ്സ് ഒക്കെ ഉള്ളത് ഞാൻ എപ്പോഴും പുറത്തേക്ക് എടുത്തിടും. ഇപ്പോഴാണ് മുഖം നന്നായിട്ടൊന്ന് ഫ്രെയിം ആയ പോലെ ഇരിക്കുക. ഓക്കെ, അവിടെ ഒരു മിറർ ഉണ്ട്, ഞാൻ അതാണ് നോക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇനിയാണ് നമ്മുടെ ട്രിക്ക്. അതിന് വേണ്ടത് ഒരു ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും ആണ്. ഞാൻ ലിപ് ബാമിന്റെ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, കുറച്ച് ഇത്രയും ഒരു നീളത്തില് ഈ ഒരു വീതിയിലൊക്കെ ഉള്ള ഒരു സാധനം. കറുത്ത കളറാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. കറുത്ത കളർ ലിപ്സ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. അപ്പൊ ഈ ഒരു സംഭവം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബാൻഡ് കെട്ടിയിട്ടില്ലേ, അതിന്റെ താഴെ ആയിട്ട് ഇതിങ്ങനെ കയറ്റി വെച്ചു കൊടുക്കുക അടിയിലായിട്ട്. ഇപ്പം ഒരു സൈഡിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ പോണിറ്റെയിൽ കുറച്ചൊന്ന് പൊങ്ങിയ പോലെ ഇരിക്കുന്നുണ്ട് ഇല്ലേ. പോണിറ്റെയിൽ ഇങ്ങനെ ഹൈറ്റോട് കൂടി നിൽക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഡു ഷെയർ ഇറ്റ് വിത്ത് ഓൾ ദ വിമൻ ഇൻ യുവർ ലൈഫ്. മറക്കരുത് കേട്ടോ. അപ്പോൾ കീപ് ലവിങ് മൈ ചാനൽ ആൻഡ് ഡു സബ്സ്ക്രൈബ്. ബൈ. അപ്പൊ കണ്ടില്ലേ പോണിറ്റെയിൽ ഇങ്ങനെ, അപ്പൊ കണ്ടില്ലേ പോണിറ്റെയിൽ ഇങ്ങനെ അപ്പൊ കണ്ടില്ലേ